കുടുംബ വ്യവസ്ഥ ഏതനാണെങ്കിൽ ഈ ഗ്രേസി എന്ന് പറഞ്ഞ നമ്മുടെ വിജയശ്രീക്ക് മുമ്പേ അതിമാതക സൗന്ദര്യം കൊണ്ട് ദക്ഷിണേന്ത്യയെ വിസ്മയിപ്പിച്ച നടി അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥിനി പാപത്തിൻ്റെ കനിയായിട്ട് ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ഭാവതലത്തിൽ അതിനെ ഈ സിനിമയെ അതിനുള്ളടക്കത്തിൻ്റെ പ്രമേയപരതയെ വേണ്ടത്ര ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ ഒരു നാടകം എന്നുള്ള രൂപത്തിൽ ഈ ആദ്യ പാപത്തിൻ്റെ കഥ ആവിഷ്കരിക്കുന്നത്. പക്ഷെ അതിന് വലിയൊരു കുറവുണ്ടായിരുന്നു. കാരണം ബൈബിൾ പ്രകാരം ആദം ഹവ്വ അവർ ആദ്യം നഗ്നരായിരുന്നു. പിന്നീട് പാപത്തിൻ്റെ കനി തിന്നതോടുകൂടിയാണ്, അല്ലെങ്കിൽ വിലക്കപ്പെട്ട കനി തിന്നുന്നതോടുകൂടിയാണ് അവർക്ക് നാണമുണ്ടാവുകയും അവർ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തത്. എന്നാൽ ഇവിടെ അവർ വസ്ത്രമുണ്ട്. പക്ഷെ അവിടെയാണ് പി ചന്ദ്രകുമാർ നടത്തിയ ധിക്കാരം. പി ചന്ദ്രകുമാർ ബൈബിൾ കഥ അതേപടി തന്നെ ആദവും ഹവ്വയും നഗ്നരായിട്ട് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള രീതിയിൽ തന്നെ ആവിഷ്കരിച്ചു. അതിന് നിരവധി പുതുമുഖ നടിമാരെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ അഭിലാഷ എന്നു പേരുള്ള ഈ പുതുമുഖ നടി മാത്രം ഈ ഭാഗം അഭിനയിക്കാൻ, നഗ്നയായിട്ട് അനാവൃത ശരീരം കാണിച്ചുകൊണ്ട് അഭിനയിക്കാൻ തയ്യാറാവുകയും അവർ അഭിനയിക്കുകയും ചെയ്തു. ഈ സുന്ദരിയായ ഈ യുവതിയുടെ അനാവൃത ശരീരം കാണാനായിട്ട് യുവാക്കൾ ഇടിച്ചു കയറി ഈ സിനിമയിലേക്ക്. അതാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറയുകയുണ്ടായി, പുരുഷ ബീജത്തിൻ്റെ അടിസ്ഥാന രൂപം ഇഴഞ്ഞു നീങ്ങുന്ന സർപ്പത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് സർപ്പം പാപത്തിൻ്റെ കനി നീട്ടുന്നതായിട്ട് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ടാണ് സെക്സാണ്, ലൈംഗികതയാണ് ബൈബിൾ ഈ കഥയിൽ ഉദ്ദേശിച്ചതെന്ന് ഫ്രോയിഡും യുങ്ങുമടക്കമുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിച്ചത്. ഈ സർപ്പത്തിൻ്റെ രൂപം കാമത്തിൻ്റെ അടിസ്ഥാന രൂപമായിട്ടുള്ള ബീജത്തിന് സർപ്പത്തിൻ്റെ രൂപമാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എന്നാൽ മറ്റു പല ഗവേഷകരും, പ്രധാനമായിട്ടും മിത്തോളജിസ്റ്റുകൾ പറയുന്നത് ഇത് മുൻപേ നിലവിലിരുന്ന ഒരു ഗ്രീക്ക് പ്രദേശങ്ങളിൽ നിലവിലിരുന്ന ഒരു കഥയുടെ തെറ്റിദ്ധരിക്കപ്പെട്ട രൂപമാണെന്നാണ്. എന്തായിരുന്നു ആ കഥ? ഇത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. നമസ്കാരം.